രാഷ്ട്രങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുക്കുമ്പോൾ പണി ഇരന്നു വാങ്ങാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാൻ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യയുമായി ഉന്നതതല സുരക്ഷാ ഭീകരവിരുദ്ധ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. റിയാദിൽ നടന്ന യോഗത്തിൽ ആഗോളതലത്തിലും പ്രാദേശികമായും നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. ഭീകരവാദം നേരിടൽ, നിയമപാലന സഹകരണം, പുതിയ കാലത്തെ സുരക്ഷാ ഭീഷണികൾ എന്നിവയിലൂന്നിയായിരുന്നു ചർച്ചകളെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന് കീഴിലുള്ള സെക്യൂരിറ്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ യോഗമാണ് ജനുവരി 28-ന് നടന്നത്. നിലവിലെ സുരക്ഷാ സഹകരണം വിലയിരുത്തിയ ഇരുപക്ഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും അയൽപക്കങ്ങളിലും ഭീകര സംഘടനകൾ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ പരസ്പരം പങ്കുവച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ രൂപത്തിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ഇന്ത്യയും സൗദി അറേബ്യയും ശക്തമായി അപലപിച്ചു. 2025 ഏപ്രിലിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെയും നവംബർ 10-ന് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകര സംഭവത്തെയും യോഗം പ്രത്യേകം പരാമർശിച്ചു. ഭീകരവാദം നേരിടുന്നതിനായി നിലവിലുള്ളതും ഉയർന്നു വരുന്നതുമായ വെല്ലുവിളികൾക്കെതിരെ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. തീവ്രവാദം, റാഡിക്കലൈസേഷൻ, ഭീകരവാദത്തിന് പണം നൽകുന്ന രീതികൾ, സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയൽ തുടങ്ങിയ വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കും. സംഘടിത കുറ്റകൃത്യങ്ങളും ഭീകരവാദവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തകർക്കാനുള്ള നീക്കങ്ങളും ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഈ മാസം ആദ്യം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഡൽഹി സന്ദർശന വേളയിൽ ഇന്ത്യയും UAEയും തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തിനായി ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ഇതിന് പിന്നാലെ സൗദിയുമായി നടന്ന ചർച്ചകൾക്ക് വലിയ നയതന്ത്ര പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില വിഷയങ്ങളിൽ സൗദി അറേബ്യയും UAEയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് ആക്ട്. UAEയുമായുള്ള പ്രതിരോധ സഹകരണം മറ്റൊരു മൂന്നാം രാജ്യത്തിന് എതിരല്ലെന്നും അത് നിലവിലുള്ള ബന്ധത്തിന്റെ സ്വാഭാവികമായ വളർച്ച മാത്രമാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളിലേക്ക് ഇന്ത്യയെ വലിച്ചിഴയ്ക്കാനുള്ള നീക്കമല്ല ഇതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള അടുത്ത സുരക്ഷാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ത്യയിൽ വെച്ച് നടക്കും. അതേസമയം ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇതിനകം $100 ബില്യൺ കവിഞ്ഞു. UAEയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാക്കി മാറ്റി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് പ്രധാന വ്യാപാര മേഖലകൾ. 2022-ൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പ്രവാഹത്തിലും നിക്ഷേപത്തിലും ഗണ്യമായ വർധനവിന് കാരണമായിട്ടുണ്ട്. ഈ കരാറോടെ ഇന്ത്യ ഇപ്പോൾ UAEയിലെ ഏറ്റവും വലിയ LNG ഉപയോക്താവാണ്. 2029 ആകുമ്പോഴേക്കും വിൽപ്പനയുടെ 20% ഇന്ത്യയുടേതായിരിക്കുമെന്ന് അഡ്നോക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. പരസ്പരം ബന്ധിതമായ ഒരു ആഗോള മേഖലയിൽ ആഴത്തിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ഇടപെടൽ തേടുന്ന രാജ്യങ്ങളുടെ വിശാലമായ പ്രവണതയാണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.